ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ ഇന്നൊരു പുതിയ സ്റ്റോറിയാണ്, നമുക്ക് കേൾക്കാം. എൻ്റെ പേര് അനൂപ്. എനിക്ക് 28 വയസ്സുണ്ട്. എൻ്റെ വീട് കൊല്ലം ജില്ലയിൽ കുണ്ടറയിലാണ്. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ നിന്നാണ്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും 4 സഹോദരന്മാരുമാണുള്ളത്. ഞാൻ മൂന്നാമത്തേതാണ്. എൻ്റെ ഭാര്യയുടെ പേര് സുനിത. അവൾ കാണാൻ വളരെ സുന്ദരിയാണ്. എൻ്റെ വൈഫ് ഹൗസിൽ അമ്മയും മകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ അവൾക്ക് 10 വയസ്സുള്ളപ്പോൾ മരിച്ചിരുന്നു. അതിനുശേഷം ഫ്ലൈവുഡ് കമ്പനിയിലും അതുപോലെ വീട് പണിക്കുമൊക്കെ പോയാണ് അവളെ വളർത്തിയത്. ഞങ്ങൾ കല്യാണം ആലോചിച്ച് ചെന്നപ്പോൾ അത്യാഗ്രഹികളായ എൻ്റെ അച്ഛനും അമ്മയും ആവശ്യപ്പെട്ട സ്ത്രീധനം ഒപ്പിക്കാൻ ആ അമ്മ ഒത്തിരി പാടുപെട്ടു. എങ്കിലും മകളുടെ കല്യാണം കഴിഞ്ഞ് കാണാൻ ആഗ്രഹിച്ച അമ്മ എങ്ങനെയൊക്കെയോ കല്യാണം നടത്തി. കല്യാണ സമയത്ത് അമ്മ എൻ്റെ അച്ഛനോടും ബന്ധുക്കളോടും താനും മകളും തനിച്ചേ ഉള്ളൂ എന്നും കല്യാണം കഴിഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അതിൻ പ്രകാരം ഞാൻ ഭാര്യ വീട്ടിൽ താമസമാക്കി. ഓട്ടോ ഓടിക്കലാണ് എൻ്റെ ജോലി. കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടെ അടുത്തുള്ള സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കാൻ തുടങ്ങി. വൈഫിന് അടുത്തുള്ള LP സ്കൂളിൽ ക്ലർക്കായി ജോലി കിട്ടി. ഓട്ടോ ഓടിക്കുന്നതിനിടയിൽ ഞാൻ ഓട്ടമില്ലാത്തപ്പോഴും ഊണ് കഴിക്കാനും വീട്ടിൽ വരാറുണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 6 മാസമായി. ഒരാഴ്ചയായി അമ്മ പണിക്ക് പോകുന്നില്ല. ഞാൻ കാരണം ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു. 2 ദിവസം കൂടി കഴിഞ്ഞു. ആരോടും മിണ്ടാതെ വല്ലാത്ത ടെൻഷനിലാണ് അമ്മ എന്ന് ഞാൻ അറിഞ്ഞു. വൈഫ് സ്കൂളിൽ നിന്നും 4 ദിവസത്തേക്ക് ടൂറ് പോവുകയാണ്. അവൾ പോയി കഴിഞ്ഞ് അമ്മയോട് വിശദമായി ചോദിച്ചറിയണമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ അവൾ വെളുപ്പിന് ടൂറ് പോയി. ഒരു 8 മണിയായപ്പോൾ ഞാൻ അമ്മയെ വിളിച്ച് കാര്യം തിരക്കി. അമ്മ, അത് മോനെ, നിന്നോട് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ കല്യാണം നടത്താൻ മോൻ്റെ ബന്ധുക്കൾ ചോദിച്ച സ്ത്രീധനം ഒപ്പിക്കാനായി ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്നും കുറച്ച് പൈസ വാങ്ങിയിരുന്നു പലിശയ്ക്ക്. 3 മാസം ഞാൻ വളരെ കഷ്ടപ്പെട്ട് പലിശ കൊടുത്തു. ഇപ്പോൾ അത് മുടങ്ങി. അവർ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഫോൺ സൈലൻ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്നെനിക്കറിയില്ല. എത്ര രൂപയാണ് വാങ്ങിയത്? ഞാൻ ചോദിച്ചു. 2 ലക്ഷം. അയാളുടെ പേരെന്താ? സണ്ണിച്ചൻ എന്നെല്ലാവരെയും വിളിക്കും. എവിടെ അയാളുടെ വീട്? ഇവിടെ അടുത്താ മോനെ. പക്ഷേ അയാൾക്ക് ഒരുപാട് സ്ഥലത്ത് വീടുകളുണ്ട്. അയാളുടെ ഫാമിലി ഉള്ള വീട്ടിലാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അമ്മ നമ്പർ ഒന്ന് തന്നേ, ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ. അമ്മ നമ്പർ തന്നു. ഞാൻ വിളിച്ചു. ഹലോ, ഞാൻ ലീലയുടെ മരുമകനാണ്, അനൂപ്. സണ്ണി: ഓ അനൂപേ, ഞാൻ ഒരുപാട് തവണ അമ്മയെ വിളിച്ചു, അവർ ഫോൺ എടുത്തില്ല. പേടിച്ചിട്ടാ ചേട്ടാ. ചേട്ടനോട് എന്തു പറയണമെന്നറിയാത്തത് കൊണ്ടാ. അതുകൊണ്ട് കാര്യമില്ലല്ലോ അനൂപേ. എനിക്ക് പൈസ കിട്ടണ്ടേ? ഇത് ഞങ്ങൾ 3 പേര് ചേർന്ന് നടത്തുന്ന ഒരു ചെറിയ ഫൈനാൻസാ. അവർ എന്നെ ചീത്ത പറയുകയാണ്. ഞാൻ എന്തു പറയും? എൻ്റെ റിസ്കിലാണ് പൈസ കൊടുത്തത്. ഞാൻ ഇപ്പോഴാണ് ഇതറിയുന്നത് ചേട്ടാ. എനിക്കൊന്നും പറയാനില്ല. സണ്ണി: ഒരു കാര്യം ചെയ്യ്, താൻ അമ്മയും കൂട്ടി എൻ്റെ വീട് വരവാ. എന്തായാലും ഒരു തീരുമാനമുണ്ടാകണമല്ലോ. നമുക്കൊരുമിച്ച് ആലോചിക്കാം എന്ത് വേണമെന്ന്. ഞാൻ എൻ്റെ കൂട്ടുകാരെ ഒന്ന് വിളിക്കട്ടെ. എവിടെയാണ് വരേണ്ടത്? ഞാൻ ലൊക്കേഷൻ ഇട്ടേക്കാം, അത് നോക്കി വന്നാൽ മതി. അയാൾ ഫോൺ വെച്ചു. അമ്മ: അയാൾ എന്തു പറഞ്ഞു മോനെ? അയാൾ നമ്മളോട് അവിടെ വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞു. നമ്മൾ അവിടെ എന്തു പറയും മോനെ? അവർ എന്തെങ്കിലും വഴി പറയും അമ്മേ. അല്ലെങ്കിൽ കുറച്ച് അവധിയെങ്കിലും ചോദിക്കാം. അമ്മ റെഡിയാക്, നമുക്ക് പോയി നോക്കാം. അമ്മയും ഞാനും എൻ്റെ വണ്ടിയിൽ ലൊക്കേഷൻ നോക്കി പുറപ്പെട്ടു. കുറച്ചു പോയതും അമ്മ പറഞ്ഞു, ഇത് ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലേക്കുള്ള വഴിയല്ല മോനെ. ഞാനൊന്നും മിണ്ടിയില്ല. ഞങ്ങൾ ലൊക്കേഷൻ കാണിച്ച വീട്ടിലെത്തി. ബെല്ലടിച്ചു. ഒരു 40 വയസ്സ് തോന്നിക്കുന്ന ഒരു സുന്ദരനായ മനുഷ്യൻ വന്ന് വാതിൽ തുറന്നു. ഞാൻ അമ്മയെ നോക്കി. അമ്മ പരുങ്ങുന്നത് കണ്ടപ്പോൾ അതമ്മ പറഞ്ഞ സണ്ണിയാണെന്ന് എനിക്ക് മനസ്സിലായി. വാ, അകത്തേക്ക് വാ.
അയാൾ പറഞ്ഞത് കേട്ട് ഞങ്ങൾ അകത്ത് കയറിയിരുന്നു. ഞങ്ങളുടെ മുന്നിലായി അയാളും ഇരുന്നു. സണ്ണി: അനൂപേ, ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? പൈസയ്ക്ക് എന്തെങ്കിലും മാർഗം കാണണമല്ലോ. അയാൾ അമ്മയെയും എന്നെയും നോക്കി പറഞ്ഞു. അമ്മ എന്ത് പറയണമെന്നറിയാതെ തല കുനിച്ചിരിക്കുകയാണ്. ചേട്ടാ, ഇപ്പോൾ പൈസയ്ക്ക് ഒരു നിവൃത്തിയുമില്ല. കുറച്ച് അവധി തന്നാ. എത്ര അവധി തന്നാൽ നിങ്ങൾക്കത് തന്നു തീർക്കാൻ പറ്റും? അതിനെനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. നിങ്ങളിരിക്ക്, ഞാൻ എൻ്റെ കൂട്ടുകാരോടൊന്ന് ആലോചിക്കട്ടെ. അയാൾ ഫോൺ എടുത്ത് അകത്തേക്ക് പോയി. ഞാനും അമ്മയും എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ ഇരുന്നു. 5 മിനിറ്റിന് ശേഷം അയാൾ പുറത്തു വന്നു. സണ്ണി: ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ ഇതിവിടെ തീരും. അറിയാമല്ലോ, നിങ്ങളുടെ ആധാരം പിന്നെ 2 ചെക്കും എൻ്റെ കയ്യിലുണ്ട്. അത് മറക്കരുത്. വാ, ഞാൻ അനൂപിനോട് കാര്യം പറയാം. അയാൾ എന്നെയും കൂട്ടി ഞങ്ങളുടെ സംസാരം അമ്മ കേൾക്കാത്ത ദൂരത്തിൽ നിന്ന് എന്നോട് സംസാരിച്ചു. അയാൾ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടി. ഞാൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് അയാൾ പറഞ്ഞത്. പിന്നീട് അയാൾ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല. അപ്പോൾ പറഞ്ഞ പോലെ അനൂപേ. അയാൾ എന്നെ പിടിച്ച് അമ്മയുടെ അടുത്തെത്തി. ഞാൻ അനൂപിനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് അവൻ പറയും. അത് നിങ്ങൾ 2 പേരും ശരിക്കും ആലോചിച്ചൊരു മറുപടി പറയേ. ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു മറുപടി തന്നാൽ ഇവിടെ നിങ്ങളുടെ എല്ലാ കടങ്ങളും തീർത്ത് സമാധാനമായി പോകാം. അല്ലെങ്കിൽ പ്രശ്നമാകും. നിങ്ങൾ ആലോചിക്കേ. ഞാൻ ഈ റൂമിലുണ്ടാകും. അയാൾ അമ്മയെ ഒന്ന് ഒഴിഞ്ഞു നോക്കിയാണത് പറഞ്ഞത്. അയാൾ അടുത്ത മുറിയിലേക്ക് കയറി. ഞാൻ എന്ത് പറയണമെന്നറിയാതെ വിഷമിച്ചു. അമ്മയുടെ അടുത്തിരുന്നു. ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. 42 വയസ്സുണ്ട് അമ്മയ്ക്ക്. പക്ഷേ അത്രയും തോന്നില്ല. കഷ്ടപ്പാടിലാണ് വളർന്നതെങ്കിലും കൊഴുത്ത ശരീരമാണ് അമ്മയ്ക്ക്. പൊക്കം കുറഞ്ഞ് വെളുത്ത് ആര് കണ്ടാലും ഒന്നുകൂടി നോക്കുന്ന ശരീരം. 10 വർഷമായി ആൺതുണയില്ലാതെ ജീവിക്കുന്നതാണ്. ഒറ്റ നോട്ടത്തിൽ ഒരു ചരക്ക്. ഇന്ന് ഈ തുടുത്ത ശരീരം കടത്തിൻ്റെ പേരിൽ 3 ആണുങ്ങളുടെ കരുത്തറിയും. ആ ചിന്ത എന്നെ കോരിത്തരിപ്പിച്ചു. എന്താ മോനെ, അയാൾ എന്താ പറഞ്ഞത്? അമ്മയുടെ ആ ചോദ്യം എന്നെ ചിന്തയിൽ നിന്നുണർത്തി. ഞാൻ എങ്ങനെ അമ്മയോട്? ഞാൻ പറയാൻ വിഷമിക്കുന്നത് കണ്ട് അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചു. എന്തായാലും നമ്മൾ നേരിടണം. മോൻ പറയേ. അമ്മ ആകാംക്ഷയോടെ എന്നെ നോക്കി. അമ്മേ, അയാൾ പറഞ്ഞു അവർക്ക് അമ്മയൊന്ന് വഴങ്ങിക്കൊടുക്കണമെന്ന്. താഴോട്ട് നോക്കിയാണ് ഞാനത് പറഞ്ഞത്. അമ്മ ഒന്ന് ഞെട്ടിയതുപോലെ എനിക്ക് തോന്നി. അമ്മ എൻ്റെ കയ്യിലെ പിടുത്തം വിട്ടു. കുറച്ചു നേരം എന്തൊക്കെയോ ആലോചിച്ച് കണ്ണടച്ചിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞ് അമ്മ എന്നെ നോക്കി. മോനെ, നമ്മുടെ കടം തീരുമെങ്കിൽ സമ്മതമാണെന്ന് പറയേ. ഇതോടെ എല്ലാം തീരുമല്ലോ. മോളിതൊരിക്കലും അറിയരുത്. പിന്നെ ഞാനൊരു ചീത്തയാണെന്ന് മോൻ ചിന്തിക്കുകയും ചെയ്യരുത്. എല്ലാം ഇവിടെ തീരട്ടെ, പറയൂ. അമ്മ മുഖം പൊത്തി കരഞ്ഞു. എനിക്ക് സങ്കടമായി. അല്പനേരം അങ്ങനെ ഇരുന്നിട്ട് ഞാൻ അയാളുടെ വാതിലിൽ മുട്ടി. പ്രതീക്ഷിച്ചിരുന്നതുപോലെ അയാൾ പെട്ടെന്ന് വാതിൽ തുറന്നു. എന്തായി അനൂപേ, എന്ത് തീരുമാനിച്ചു? അത് ഞങ്ങൾക്ക് സമ്മതമാണ്. ഇതോടെ എല്ലാം തീരുമല്ലോ. ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെ ഒന്ന് വിളിക്കട്ടെ. നീ അവിടെ ഇരിക്കുക. അയാൾ അമ്മയെ നന്നായി കണ്ണുകൊണ്ട് ഒഴിഞ്ഞു നോക്കി ചിരിച്ചിട്ട് അകത്തേക്ക് പോയി. 5 മിനിറ്റിനകം അയാൾ പുറത്തു വന്നു. അതെ, എൻ്റെ കൂട്ടുകാരിപ്പോൾ സ്ഥലത്തില്ല. നാളെ എത്തൂ. നിങ്ങൾക്ക് ഇന്ന് തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇയാളുടെ വൈഫ് എവിടെ? അവൾ സ്കൂളിൽ നിന്നും ടൂറ് പോയിരിക്കുക. ഓഹോ, അതും കൊള്ളാം. അപ്പോൾ അങ്ങനെ തന്നെ. നമുക്ക് 2 ദിവസം ഇവിടെ നിന്ന് എൻ്റെ കൂട്ടുകാരി വന്നു കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് പിരിയാം. എന്താ? അയാളുടെ നോട്ടം കണ്ട അമ്മയെ ഇപ്പോൾ പിടിച്ച് കടിച്ച് തിന്നുമെന്ന് തോന്നും. വാ, നമുക്ക് മുകളിലേക്ക് പോകാം.
അയാൾ എന്നെയും അമ്മയും കൂട്ടി മുകളിലേക്ക് നടന്നു. ഒരു റൂമിൻ്റെ വാതിൽ തുറന്ന് ഞങ്ങൾ അകത്ത് കയറി. അത്യാധുനിക രീതിയിലുള്ളൊരു റൂമായിരുന്നു അത്. അകത്തേക്ക് കാല് വെച്ചതും AC-യുടെ തണുപ്പിൽ ഞാനൊന്ന് വിറച്ചു. 10 പേർക്ക് സുഖമായി കഴിയാൻ പാകത്തിലുള്ള വലിയൊരു റൂം. അമ്മയെ കട്ടിലിരുത്തി അയാൾ എന്നെയും പിടിച്ച് ഒരു ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് അകത്ത് കയറി. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, ഇതൊരു വലിയ ഹാളാണ്. അത് ഗ്ലാസ് ഇട്ട് 2ആയി തിരിച്ചിരിക്കുന്നു. അവിടെയുള്ള കട്ടിലിൽ അയാൾ എന്നെ ഇരുത്തി. അയാളും കൂടെ ഇരുന്നു. സണ്ണി, അനൂപേ, ഇത് ഗ്ലാസ് ഭിത്തിയാണ്. അവിടെ നിന്നും ഇങ്ങോട്ട് നോട്ടം കിട്ടില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് നിനക്ക് വേണമെങ്കിൽ ഇവിടെ ഞങ്ങൾ തമ്മിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണാം. നിനക്ക് വേണമെങ്കിൽ മാത്രം. പിന്നെ താഴെ വേലക്കാരി പെണ്ണുണ്ട്. അവിടെ പോയി നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. ഇവിടുത്തെ കളി കണ്ട് നിനക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അവളോട് പറഞ്ഞാൽ മതി. മുറ്റ് ചരക്ക, ഞങ്ങളുടെ സ്വന്തം ആളാണ്. നിനക്ക് എന്ത് വേണേലും അവൾ തരും. ഒരു കുഴപ്പവുമില്ല. അയാളൊന്ന് കുലുങ്ങിച്ചിരിച്ചു. പിന്നെ നീ പോകുമ്പോൾ ഈ ഗ്ലാസ് ഡോറിലൂടെ തന്നെ പോകണം, അമ്മയുടെ മുന്നിലൂടെ. കാരണം നീ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് നിൻ്റെ അമ്മായിയമ്മയ്ക്ക് തോന്നിയാൽ ഞങ്ങളുടെ ഒരു ത്രില്ലും ചിലപ്പോൾ കുറയും. നീ ഈ റൂമിൻ്റെ ഡോർ തുറന്ന് കയറിയിരുന്നോ? ഓക്കെ, എന്നാ നീ വാ. അയാൾ എന്നെയും കൊണ്ട് അമ്മയുടെ മുന്നിലെത്തി. അമ്മ മുഖം പൊത്തി കട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വന്നതറിഞ്ഞ് അമ്മ എന്നെ ഒന്ന് നോക്കി. എന്താണ് ആ മുഖത്തെന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴും ഞാൻ ചിന്തിച്ചത് മറ്റൊന്നാണ്. ഈ പകൽ വെളിച്ചത്തിൽ AC-യുടെ തണുപ്പിൽ അല്പനിമിഷങ്ങൾക്കകം അമ്മ ഈ നിൽക്കുന്ന മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങും. ആ ചിന്ത എൻ്റെ മനസ്സിനും ശരീരത്തിനും പുതിയൊരു ഉന്മേഷം നൽകിയതുപോലെ എനിക്ക് തോന്നി. പോകാം നമുക്ക്. വീണ്ടും അയാളുടെ ശബ്ദം എന്നെ ഉണർത്തി. താഴെ പോയിരുന്നോട്ടോ, ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്. അമ്മയെ നോക്കിക്കൊണ്ട് അയാൾ എന്നോടായി പറഞ്ഞു. എന്നെ പുറത്താക്കി ആ വാതിലടഞ്ഞു. ഞാൻ അല്പനേരം അവിടെ നിന്നിട്ട് മെല്ലെ സ്റ്റെപ്പ് ഇറങ്ങി ഹാളിൽ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞ് എനിക്ക് ദാഹിക്കുന്നത് പോലെ തോന്നി. ഞാൻ മെല്ലെ കിച്ചൺ നോക്കി നടന്നു. കിച്ചണിൽ അയാൾ പറഞ്ഞ സ്ത്രീ തിരക്കിട്ട പണിയിലായിരുന്നു. അധികം വണ്ണമില്ലാത്ത ഇരുനിറത്തിലുള്ള കാണാൻ ചന്തമുള്ള പെണ്ണ്. പിന്തിരിഞ്ഞു നിൽക്കുന്ന അവളുടെ മുഴുപ്പ് എന്നെ അത്ഭുതപ്പെടുത്തി. എൻ്റെ കാൽപെരുമാറ്റം കേട്ടിട്ടാവണം അവൾ തിരിഞ്ഞു നോക്കി. എന്താ വേണ്ടേ? അവൾ നന്നായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. വെള്ളം വേണമെന്ന് ഞാൻ കൈകൊണ്ട് കാണിച്ചു. അവൾ ഫ്രിഡ്ജ് തുറന്ന് ഒരു കുപ്പി വെള്ളമെടുത്ത് നീട്ടി. അവൾ നീക്കിയിട്ട കസേരയിലിരുന്ന് ഞാൻ വെള്ളം കുടിച്ചു. പേരെന്താ? അനൂപ്. ആരാ കൂടെയുള്ളത്? വൈഫിൻ്റെ അമ്മ, അതായത് അമ്മായിയമ്മ. കടമുണ്ടായിരുന്നല്ലേ? എത്ര? 2 ലക്ഷം. ഓ, അത്രയുമുണ്ടോ? അപ്പോൾ അമ്മ കുറേ കഷ്ടപ്പെടുമല്ലോ. 3 പേര് നല്ല രീതിയിൽ പണിയും. അവൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. സണ്ണിച്ചൻ അപ്പുറത്തെ മുറി കാണിച്ചു തന്നില്ലേ കാണാൻ? ഞാൻ തലകുലുക്കി. ഞാനൊന്നും പറയാത്തത് കൊണ്ടാവാം അവൾ എൻ്റെ അരികിൽ വന്നു. വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇവിടെ ഇത് പതിവാ. സ്വന്തം അമ്മയും ഭാര്യയും ഇവിടെ ഇങ്ങനെ കൊണ്ടാക്കാറുണ്ട് ചിലർ. അതൊക്കെ കാണാറുമുണ്ട്. അതുകണ്ട് കടി കയറി എല്ലാവരും എൻ്റെ അടുത്തോട്ട് വന്ന് കയറിയിട്ടാണ് പോകുന്നത്. ഇതത്രയ്ക്കൊന്നും ഇല്ലല്ലോ, വൈഫിൻ്റെ അമ്മയല്ലേ. ഏയ്, എനിക്ക് വിഷമമൊന്നുമില്ല. പിന്നെ അമ്മയെ ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല, അതാ. കൂൾ മാൻ, പോയി അതൊക്കെ കാണ്. എന്നിട്ട് ഇങ്ങോട്ട് വാ, ഞാൻ റെഡി. അവളുടെ വാക്കുകൾ കേട്ട് ഞാൻ എണീറ്റു. വാ, ഒന്ന് ഉഷാറാവട്ടെ. അവൾ കൈകൾ വിരിച്ച് എന്നെ ക്ഷണിച്ചു. അവളുടെ ആ കെട്ടിപ്പിടുത്തം എനിക്ക് ആവശ്യമാണെന്നപ്പോൾ തോന്നി. ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു. അവൾ തിരിച്ചു. കുറച്ചു നേരം കെട്ടിപ്പിടിച്ച് നിന്നിട്ട് അവൾ അകന്നു. എനിക്കൊരു ഉമ്മ തന്നിട്ട്, ചെല്ല് പോയി എല്ലാം കണ്ടൊന്ന് ഉഷാറായിട്ട് വാ, ആണുങ്ങളെപ്പോലെ. ഞാൻ മെല്ലെ ഹാളിലെത്തി. കോണി കയറാൻ ഒരു മടി.
15 മിനിറ്റായി ഞാൻ താഴെ വന്നിട്ട്. അകത്തിപ്പോൾ എന്തായിരിക്കും നടക്കുന്നത്? അമ്മ നന്നായി സഹകരിച്ചിട്ടുണ്ടാകുമോ? കാണണോ വേണ്ടയോ എന്ന ചിന്ത എന്നിലുണ്ടായി. അവസാനം കാണണമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. ഇങ്ങനെയല്ലാതെ ഇതൊന്നും കാണാൻ ഇനി തനിക്ക് കഴിയില്ല. ഞാൻ കോണി കയറി അവരുടെ റൂമിൻ്റെ മുന്നിലെത്തി ചെവി ഓർത്തു. ഇല്ല, അകത്തുനിന്നും ഒച്ചയൊന്നും കേൾക്കുന്നില്ല. ഞാൻ മെല്ലെ മറ്റേ റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കയറി. നെഞ്ചിടിപ്പോടെ ഗ്ലാസ് ഭിത്തിയിലെ കർട്ടൻ വലിച്ചു മാറ്റി അകത്തേക്ക് നോക്കി. അകത്തെ ഒറ്റ കാഴ്ചയിൽ തന്നെ എൻ്റെ രക്തം ചൂട് പിടിച്ചു. അകത്ത് കട്ടിലിൽ മലർന്നു കിടക്കുന്ന എൻ്റെ വൈഫിൻ്റെ അമ്മയെ കണ്ടു. വെളുത്തു തൊടുത്ത അമ്മായിയമ്മ. കട്ടിലിനടുത്ത് മാറിയുള്ള ഒരു ടേബിളിൽ വലിയ പിയാനോ ഉണ്ട്. ഒരു ബെർമൂഡ മാത്രമിട്ട് ഒരു കസേരയിലിരുന്ന് പിയാനോ വായിക്കുന്ന സണ്ണിച്ചൻ. ഇത് കണ്ടപ്പോൾ ഹേ റാം സിനിമയിലെ കമൽഹാസനും വസുന്ധരാദാസും അഭിനയിച്ച ആ പാട്ട് സീൻ ഓർമ്മ വന്നു. ആ പാട്ട് സീനിൽ പരിപാടിക്ക് ശേഷമാണ് കമൽഹാസൻ പിയാനോ വായിക്കുന്നത്. ഇവിടെ പരിപാടി തുടങ്ങുന്നതിന് മുൻപേ ആണ് സംഗീത കച്ചേരി. പിയാനോ വായിക്കുന്ന സ്പീഡ് കൂടിക്കൂടി വരുന്നല്ലോ. പെട്ടെന്ന് നിർത്തി. ടേബിളിൽ ഒഴിച്ചു വെച്ച ഗ്ലാസ്സിൽ നിന്ന് സണ്ണിച്ചൻ വിസ്കി സിപ്പ് ചെയ്ത് പതിയെ എഴുന്നേറ്റു. ഒരു വശ്യതയാർന്ന ചിരിയോടെ കട്ടിലിനെ ലക്ഷ്യമാക്കി നടക്കുന്നു. എൻ്റെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടി. അതാ സണ്ണിച്ചൻ എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ അടുത്തേക്ക് വന്നിരുന്നു കഴിഞ്ഞു. നല്ല സുന്ദരിയായ എൻ്റെ അമ്മായി അമ്മയുടെ മുടിയിഴകളിൽ തലോടാൻ തുടങ്ങി. ഞാൻ ശ്വാസമടക്കി പിടിച്ച് അവിടെ നടക്കാൻ പോകുന്നത് കാണാൻ തുടങ്ങി. ഈ കഥയുടെ ബാക്കി ഒരു പോർഷൻ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും ഇടുന്നത്. അത് വൈകാതെ തന്നെ ഇടും. അപ്പോൾ ആ ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വിത്ത് ലവ്, അലീന.